നമസ്കാരം, UK കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മാങ്ങ കൊണ്ടുള്ള പുളിയിഞ്ചിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരു 5-8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു മാങ്ങയാണ്. ഈ മാങ്ങ അത്യാവശ്യം വലിയ മാങ്ങയാണ്. അപ്പോൾ അതൊന്ന് ചനച്ചതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നുറുക്കിയെടുത്തത്. പിന്നെ പാനടുപ്പത്ത് വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ, ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട്, പിന്നെ 3-4 ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടുക. അതിൻ്റെ കൂടത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചു വരിക. ഒരുപാട് ചുമക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് മൂക്കണം. ഇതിപ്പോൾ പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടു. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഇതിൽ പച്ചമുളകുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പുളിവെള്ളം ചേർക്കണം. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. ഇപ്പോൾ അത് നല്ല സ്വാദാണ്. നമ്മുടെ പുളിയിഞ്ചി തന്നെ പുളിയിഞ്ചി. അപ്പം നമ്മൾ പുളിയിഞ്ചിക്ക് എന്താ കൂടുതൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ പച്ചമുളകാണ് കൂടുതൽ ചേർക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് മാങ്ങ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ളതെല്ലാം ഇതുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതിലോട്ടൊരു പൊടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ആ പൊടി എന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി വറുത്തിട്ട് നന്നായിട്ട് പൊടിക്കണം. അത് ഈ പുളി വെള്ളം ചേർത്തതിന് ശേഷം ആ പൊടി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടതാണ്. അതാണ് ഈ പുളിഞ്ചിക്ക് വരുന്ന ഒരു സ്മെല്ലും, അതുകൂടാതെ തന്നെ അതിൻ്റെ കളറെല്ലാം കിട്ടുന്നത് അങ്ങനെയാണ്. ഇതാ നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടി ഇതിലോട്ട് ചേർത്തു. കറി ഇച്ചിരി തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം അതെന്ന് വെച്ചാൽ അത് പുളിവെള്ളത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഒന്ന് ലൂസായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കട്ടിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അതിലോട്ട് മധുരത്തിനായിട്ട് ഞാൻ ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ശർക്കര ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഒരു കാണാനും കൊള്ളാം, ഒരു ഇച്ചിരി സ്വാദൊക്കെ കൂടുതലാണ്. പക്ഷേ എനിക്ക് ശർക്കര പാനിയാക്കിയപ്പോൾ ചേർക്കാനൊക്കെ ഉള്ളൊരു സമയം മെനക്കേട് കാരണം മടി കാരണമാണ് പഞ്ചസാര തന്നെ. പക്ഷേ പഞ്ചസാര ചേർത്തതെന്ന് വെച്ച് സ്വാദില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പഞ്ചസാര ചേർത്താലും നല്ല സ്വാദാണ് ഉള്ളത്. ഉപ്പ് പാകത്തിനെ ചേർക്കാവൂ. ഒന്ന് നോക്കേണ്ടി വരും ഉപ്പ്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതായത് നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.